അയ്യപ്പനെന്നോ അല്ലെങ്കിൽ ശാസ്താവെന്നോ അല്ല അവർ പറയുന്നത്. ആ തർക്കം 13-ാം നൂറ്റാണ്ടിൽ മധ്വാചാര്യ കാലത്ത് വളരെ മുറുകിയിരുന്നു. സത്യത്തിൽ അത് കിരാത രുദ്രൻ തന്നെയാണ്. അല്ല, ഞാൻ റീസെൻ്റ്ലി ഒരു റിസർച്ച് നടത്തിയതിലും എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറഞ്ഞതിലും, അയാൾ ആ വിഭാഗക്കാരനാണ്, മലയരനല്ല, വേറെയും ചില കാട്ടിനകത്ത് താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങളുണ്ട് അവിടെ. അവർ പറയുന്നത് കാട്ടിനകത്ത് അവർ ശിവൻ എന്നാണ് അവർ പറയുന്നത്. ശിവൻ തന്നെയാണത്. ചന്ദ്രക്കല ധരിച്ചിട്ടുള്ള ഒരു പഴയ കിരാത മൂർത്തി തന്നെയാണ്. അയ്യപ്പനെന്നോ അല്ലെങ്കിൽ ശാസ്താവെന്നോ അല്ല അവർ പറയുന്നത്. ഈ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി പറയുന്നത് കിരാത രുദ്രനാണ്, പഴയ കാട്ടിനകത്തുള്ള ശിവൻ എന്നാണ് പറയുന്നത്. അത് പിന്നീട് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കാലത്ത് വൈഷ്ണവ ശൈവ തർക്കം നിരന്ന കാലത്ത്, ആ തർക്കം 13-ാം നൂറ്റാണ്ടിൽ മധ്വാചാര്യ കാലത്ത് വളരെ മുറുകിയിരുന്നു. അതിനു മുമ്പ് രാമാനുജാചാര്യ കാലത്ത്, ഈ യാദവാഭ്യുദയൊക്കെ എഴുതിയ കാലത്ത് വളരെ രൂക്ഷമായിരുന്നു തമിഴ്നാട്ടിലൊക്കെ. അപ്പോൾ തമിഴ്, കേരളം, അന്ന് കേരളം എന്ന് പറയേണ്ട, തമിഴ്, അതായത് ദക്ഷിണേന്ത്യ മുഴുവൻ ഉണ്ടായിരുന്ന ഈ ശൈവ വൈഷ്ണവ തർക്കത്തിന് ഒരു പരിഹാരമായിട്ടൊരു രമ്യമൂർത്തി അല്ലെങ്കിൽ സമന്വയമൂർത്തിയായിട്ട് കൂടിയാലോചിച്ച് അവതരിപ്പിച്ചതായിരിക്കണം ഈ ശങ്കരനാരായണമൂർത്തിയായിരിക്കുന്ന ഹരിഹരപുത്രൻ. സത്യത്തിൽ അത് കിരാത രുദ്രൻ തന്നെയാണ് എന്നാണ് പഴയ കാട്ടിനകത്തുള്ള ഇപ്പോഴും ആ ഗോത്ര വിഭാഗങ്ങൾ, അദ്ദേഹത്തെ അവർക്ക് ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരാം, അവർ പറയുന്നത് ഇപ്പോഴും.